ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നമുക്ക് ചിക്കൻ കൊണ്ട് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ടർക്കിഷ് ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3/4 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടർക്കിഷ് ചിക്കൻ പൊതുവേ ബോൺലെസ് ചിക്കനോട് എല്ലില്ലാത്ത ചിക്കനോടാണ് ചെയ്യാറ്. പക്ഷേ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ 2-3 പീസ് എല്ലോട് കൂടിയിട്ടുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്താൽ മതിയേ. അപ്പോൾ ചെറുതായി കട്ട് ചെയ്ത ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ. ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് 2 പിഞ്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മെയിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പിസക്കൊക്കെ ചേർക്കുന്നില്ല, അത് മെയിനായിട്ട് നിർബന്ധമായിട്ടും വേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. എങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു അരമുറി ചെറുനാരങ്ങ നീര് പകുതിയോളം പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ഒരു ചെറിയ പീസ് സവാളയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും എല്ലാം കൂടി ചതച്ചിട്ട് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നിർബന്ധമായിട്ട് ചേർക്കണേ സവാളയൊക്കെ, അല്ലെങ്കിൽ അത്ര ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കണം. തൈര് എടുക്കുമ്പോൾ ഓവർ പുളി ഉള്ളത് വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും മസാല എത്തിക്കിട്ടണം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനിലേക്ക് മസാലയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചുരുങ്ങിയത് എന്തായാലും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ, ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ടർക്കിഷ് ചിക്കൻ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ പാനിലേക്ക് ഏകദേശം ഒരു 1-1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഏത് കൊടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ ഈ ഒരു റെസിപ്പിയിലേക്ക്. എന്നിട്ട് നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ട് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ചിക്കൻ ഒന്ന് നല്ലപോലെ കുക്കായിട്ട് ഒന്ന് ഏകദേശം ഒരു ഫ്രൈ ആവുന്ന രീതിയിലൊന്ന് ആയി വരട്ടെ കേട്ടോ. അതുവരെ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ, തിരിച്ചും മറിച്ചൊക്കെ ആയിട്ട്. കണ്ടില്ലേ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആ ഒരു വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ അടച്ച് വെക്കണമെന്നില്ല. ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് നമ്മൾ ഒരു ഫ്രൈ ചെയ്ത രീതിയിലൊന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് മൊരിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു റെസിപ്പീൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓവർ മൊരിയലല്ല, നമുക്കൊരു മസാല പിടിച്ച് കിട്ടിയ ചിക്കൻ്റെ ടെക്സ്ചറാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് നമ്മൾ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്യുന്ന രീതിയിലാണ് ആക്കി എടുത്തിട്ടുള്ളൂ. ഇത്രയും മതി. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റിയേക്കാം. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് മെയിനായിട്ടൊരു സോസ്, വൈറ്റ് സോസ് റെഡിയാക്കാനുണ്ട്. വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിതാ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, നല്ല ചെറിയ അല്ലി വെളുത്തുള്ളിയാണെങ്കിൽ 3-4 എടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബട്ടറിൽ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം അവിടെ കുറച്ച് വെക്കണേ. മൈദയുടെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ട് അത്രയേ വേണ്ടുള്ളൂ കേട്ടോ. ഒരു 1/2 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പാലൊഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ആദ്യം ഒരു കട്ട കെട്ടുന്ന പോലെ തോന്നും, പിന്നെ അങ്ങ് ചൂടാകുമ്പോൾ സെറ്റ് ആയിക്കോളൂ. ഇനിയിപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണക്കമുളക് ചതച്ചതും, 1/4 ടീസ്പൂൺ കുരുമുളകും, 1/4 ടീസ്പൂൺ ഒറിഗാനോ, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എല്ലാതും ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കൈയെടുക്കാതെ മിക്സാക്കണം, കാരണം ഇതിപ്പോൾ ചൂടായി തിളച്ച് വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ കൂടുതൽ തിക്കാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കണ്ടില്ല, അതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ലപോലെ തിക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഭയങ്കര ഓവറായിട്ട് തിക്കായി പോയിന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ലൂസാക്കണേ. അങ്ങനെ ഇതാ നമ്മുടെ വൈറ്റ് സോസൊക്കെ കറക്റ്റ് ആ ഒരു പാകത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അതിൻ്റെ മുകളിലായിട്ട് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് നമുക്ക് വലിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ടെക്സ്ചറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിറയെ ഇട്ട് കൊടുക്കട്ടെ. അതൊക്കെ നമ്മുടെ ടേസ്റ്റാണ് കേട്ടോ. ഇതിനൊന്നും ഒരു കണക്കൊന്നുമില്ല. അപ്പോൾ ഇതാ എല്ലാം കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേയൊന്നും വേണ്ട കേട്ടോ. ഒരു ഭംഗിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെ ഒരു ഭംഗി കിട്ടാനും പിന്നെ സെർവ് ചെയ്താൽ കുറച്ചൊരു കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാം കൂടി സെറ്റ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ മൊസറല്ല ചീസ് മെൽട്ടായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു വൈറ്റ് സോസ് കാര്യങ്ങളൊക്കെ ചിക്കനിലും കൂടി മെൽട്ടായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ട് ചെയ്യണേ. അങ്ങനെ ഇതാ നമ്മുടെ ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം കണ്ടില്ലേ എല്ലാം അത് സെറ്റായി നല്ലപോലെ ചിക്കനിലും കൂടി ചീസൊക്കെ പിടിച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, സെർവ് ചെയ്യുക. ഇത്രയും പരിപാടിയിലും നല്ല ടേസ്റ്റ് ആയിട്ടാണ് കഴിക്കാൻ, വെറുതെ പറയല്ല. നമ്മൾ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചിക്കൻ്റെ ഒക്കെ പല ഐറ്റംസ് ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ കൂട്ടത്തിലൊരു വെറൈറ്റി ആയിട്ട് തന്നെ സെർവ് ചെയ്യാൻ പറ്റിയ ലൈറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, എന്നാൽ ഒരുപാട് മെനക്കെട്ടുള്ള പണിയും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ചപ്പാത്തി, പൊറോട്ട, നാന്, കുബൂസ്, ബട്ടൂരി ഇങ്ങനത്തെ ബ്രെഡ് ഐറ്റത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്